വെൽക്കം ടു FFA വിത്ത് അസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു പ്രൊജക്ടർ വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് ഈ പ്രൊജക്ടർ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അവരെന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം, യൂട്യൂബിൽ തന്നെ ഇടാം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് HI 300-ൻ്റെ 4K പ്രൊജക്ടർ LED പ്രൊജക്ടറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അതിൻ്റെ യൂസേജ് ഉണ്ട്, അതിലേതൊക്കെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യും, പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു യൂസേജ്, എങ്ങനെയുള്ളവർക്കാണ് ഇത് വാങ്ങാൻ പറ്റുന്നത്, എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ മാക്സിമം ഞാൻ ശ്രദ്ധിക്കും. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് ഓൺ ഓഫ് ബട്ടനാണ് ഈ കാണുന്നത്. ഇത് HDMI കേബിളാണ്. ഇത് നമ്മളിൽ സെറ്റ് ഓഫ് ബോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ജിയോയുടെ കണക്ഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഓൾറെഡി സെറ്റ് ഓഫ് ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചാനലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതുവഴി ചാനൽ കണക്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ USB കേബിളാണ്. ഇതിൻ്റെ അകത്ത് പെൻ ഡ്രൈവ് നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമുക്ക് പവർ ഇവിടെ കൊടുക്കാം. ഇതാണ് പവർ കേബിളായിട്ട് വരുന്നത്. ഓക്കെ, നല്ലത് ഇങ്ങനെ വന്നിട്ട് ഇതാണുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു TV പകരമാകുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, TV എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഏത് ലൈറ്റിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. വീട്ടിലൊരു TV ഉണ്ട്, ബെഡ്റൂമിൽ നമുക്ക് അത്യാവശ്യം ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോഴത്തെ ഉള്ള സ്മാർട്ട് TV ഇല്ലേ, അതിലുള്ള എല്ലാ ഫങ്ഷൻസും നമുക്ക് ഇതിൻ്റെ അത് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ റൂമിലൊക്കെ വന്നിട്ട് നമുക്കൊന്ന് അത്യാവശ്യം എൻ്റർടൈൻ ആവണം, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് ഹാളിലിരിക്കുന്ന TVയിൽ നമുക്ക് കാണാൻ പറ്റില്ല, ബെഡ്റൂമിലാണ് നമുക്ക് സൗകര്യമെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ഇത് ചൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഓപ്പണായി വരുമ്പം ഇത് ഞാൻ ഒന്നും കൂടെ ഓഫാക്കി ഓണാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ പവർ ഓണാക്കുമ്പോൾ സ്മാർട്ട് പ്രൊജക്ടർ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ഇങ്ങനെ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലാണ് സംഭവം വരുന്നതെന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതും അതുപോലെ ഇവിടെ കണ്ട, നമ്മൾ സ്ക്രീനിലോട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാലും, അതുപോലെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഇതാക്കിയാലും, അതായത് റിമോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടോ, നമ്മുടെ TVയുടെ വലിയൊരു TVയിൽ സ്മാർട്ട് TVയിൽ യൂസ് ചെയ്യുന്ന സെയിം അതുപോലത്തെ ഇൻ്റർഫേസിലാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അതുണ്ടോ, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 8 GB ഇൻറ്റേർണലി സ്റ്റോറേജ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും സ്പോട്ടിഫൈ വേണമെങ്കിൽ സ്പോട്ടിഫൈ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിപ്പം ഉദാഹരണത്തിന് ഞാനിപ്പം ചാർജ് ചെയ്തിട്ടുള്ളത് ജിയോ സ്റ്റാറാണ്. അപ്പോൾ നമുക്ക് ഓക്കെ, ജിയോ സ്റ്റാർ. അതിൻ്റെ അകത്ത് നമുക്ക് ഏത് വേണമെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തെ സ്പീക്കറാണ്. കണ്ടോ, ഇതിൻ്റെ സ്പീക്കറിന് സൗണ്ട് കുറവാണ്. സൗണ്ട് നമുക്ക് എഫക്റ്റീവ് ആവണമെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്, ഒരു മിനിറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ബോട്ടിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതുമായിട്ട് പെയറാണ്. ഇനി ഇത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അത് കിട്ടും. സ്പോട്ട് കണ്ട, സൗണ്ട് എഫക്റ്റുകൾ അടിപൊളിയാണ്. ഇതിൽ കേൾക്കുമ്പോൾ അതുപോലെയുള്ള ക്വാളിറ്റിയുള്ളൊരു സൗണ്ട് ബാറോ സൗണ്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്കിപ്പം ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് കാണിച്ചു കണ്ട, നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് നോക്കണം. ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് കുറച്ചും കൂടെ അതിൻ്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണമെങ്കിൽ
പുറത്ത് വെയിലുണ്ട്, എന്നാൽ കൂടിയും നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ആ സൗണ്ടിൻ്റെ ക്വാളിറ്റി മാറിയപ്പോൾ കണ്ട അതാണ് വേണ്ടത്. ഓക്കെ, ബാക്കി ഡീറ്റെയിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ പിന്നെ അതായത് കുറച്ച് വൈഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എത്ര വേണോ വലുതാവും. പിന്നെ അതുപോലെ നമ്മൾ പിന്നെ ചൂസ് ചെയ്യുന്ന ഏതൊരു സർഫസ് ആണോ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫോക്കസ്ഡ് ആവും, കറക്റ്റ് സ്ക്രീൻ സൈസ് ആവും. പണ്ടത്തെ പ്രൊജക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ തന്നെ ആംഗിളൊക്കെ ഫിക്സ് ചെയ്ത് ഇതിൽ നമ്മളെ ലൈറ്റ് അണച്ചിട്ട് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ജസ്റ്റ് നോക്കുക, അതിനകത്ത് പ്രസ് ചെയ്യുക. അതിനുശേഷം യൂട്യൂബൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ടി വിയിൽ കിട്ടും പോലെ എക്സാക്ട്ലി സെയിം തന്നെയാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ഫീൽ ഗുഡ് ഒരു മൂവി സോങ് തന്നെ നമുക്ക് മൂവി സോങ് വേണ്ട, മൂവി സോങ് പ്രശ്നമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു റിവ്യൂയോ പാട്ടോ അല്ലെങ്കിൽ നമ്മളെ ഹാനി മുസ്തഫക്കാട് മാരുതി ഈ വിക്ടോറിയസിലൂടെ കുറെ പുതിയ കാര്യങ്ങൾ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അധികം റിഫ്ലക്ട് ചെയ്ത റിയറിലാണ് അതിനെ പിന്നീട് കാണിക്കാം. ഫ്രണ്ടിലാണെങ്കിലും വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാറായിട്ട് തോന്നും. ഓക്കെ, ഇതിപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65 ഇഞ്ചസിൻ്റെ ഒരു വലിപ്പമാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇതിപ്പം പുതുതായിട്ട് ഇതുപോലൊരു സാധനം വാങ്ങണമെങ്കിൽ എന്തായാലും ഒരു 7,000 രൂപ നമ്മൾ കൊടുക്കണം. 7,000 രൂപയ്ക്ക് നമുക്ക് ടി വി കിട്ടുകയാണെങ്കിൽ 32 ഇഞ്ചസ് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ഇപ്പോൾ രാവിലെയൊക്കെ കാണണമെങ്കിൽ ഈ ഒരു ലെവലും മതി. നമ്മളെ റൂമിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ലൈറ്റ് കിടക്കുന്നതുകൊണ്ടാണ്. ലൈറ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു പുതിയ കളറാണ് എറ്റേണൽ ബ്ലൂ, അതുപോലെ തന്നെ മിസ്റ്റിക് ഗ്രീൻ, 2 പുതിയ കളേഴ്സും അതിന്റെ ഡുവൽ ടോൺ ഓപ്ഷൻസ് ഉണ്ട്. ടോട്ടൽ ഒരു 10 കളേഴ്സ് വരുന്നു. സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബോൾഡ് ആയിട്ടുള്ള കാണാം. ഇതിൽ നമ്മൾ കുറച്ചൊരു അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ റൂമിൽ അത്യാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 65 ഇഞ്ചസ് ടി വി നമുക്ക് ലൈറ്റ് അണച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീല് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അടിപൊളി തന്നെയാണ്. ഇതിൽ നിന്ന് ഫിലിം കാണാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ചും കൂടെ സൗണ്ട് കുറയ്ക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ എന്താ നല്ലൊരു പിന്നെ ഇതുപോലത്തെ ഒരു ഇത് ഏകദേശം ഒരു 10 രൂപ അടുപ്പിച്ച് വരും ആംബിയൻ ലൈറ്റൊക്കെ ആയിട്ട്. ഇത് നിങ്ങൾക്ക് കുറച്ച് ദൂരത്തോട്ട് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലത്തെ ഒരു പിന്നെ സെബ്രോണിക്സിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പിന്നെ 4K തന്നെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യണേ. 4K എന്നാലേ ഈ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വേറെ സ്ഥലം ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് നമ്മുടെ വോള് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആ വോളിൽ നമ്മൾ ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യുക. നമുക്ക് അറിയാം, ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ സാധനം ജസ്റ്റ് ഓഫ് ചെയ്യുക, ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. സ്ഥലം വേസ്റ്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നും നമ്മൾ മേടിക്കേണ്ട കാര്യം, നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൽ നോക്കിയോളം നമുക്കിപ്പം പിന്നെ എന്താണ് കുറച്ചും കൂടെ ക്ലാരിറ്റി, ഇത് ലെൻസാണ് കേട്ടോ. നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ടാവും കണ്ടോ. നമ്മൾ അക്ഷരങ്ങളൊക്കെ തിരക്കുന്നതാണ്. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി ജസ്റ്റ്. അതിൻ്റെ വലിപ്പിച്ചെറുപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മാനുവലി. കണ്ടോ. ഓക്കെ, ഇതിൻ്റെ മാനുവലിൽ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേറെ അധികമായിട്ട് ഗിമിക്ക് കാര്യങ്ങളൊന്നും വേണ്ട, ഒരുപാടൊന്നും നമ്മൾ ചിന്തിച്ച് കൂട്ടേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പം മറ്റ് വിശേഷങ്ങളുമായിട്ട് FFA വിത്ത് അസീർ വീണ്ടും വരുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. വലിയ പെർഫെക്ഷനുള്ള വീഡിയോ അല്ല, വളരെ സിമ്പിളായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ യൂസർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, എൻ്റെ യൂസേജ് പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഡീറ്റെയിൽ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ സാധനം കിടപ്പുണ്ട്, വേറെയൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. കുറച്ചും കൂടെയൊക്കെ ഞാനൊന്ന് പിന്നെ എന്താണ് കുറേ സാധനങ്ങൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം.
നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. കമൻസിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നവർ ചെറിയൊരു സൈൻ ഓഫ്. ഓക്കെ.